ആഗസ്റ്റ് 16 സംസ്കൃതിയുടെ സ്ഥാപകൻ ശ്രീ എൻ തലാപ്പിലിൻ്റെ 12ാമത് ചരമവാർഷികത്തിലാണ് സംസ്കൃതി സ്മൃതിവനം തുടങ്ങി. അന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഔഷധിയും 1200ഓളം തൈകൾ തരികയുണ്ടായി. അടുത്ത വർഷം ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് 22 ആഗസ്റ്റ് 16 തൈകൾ അന്വേഷിച്ച് മനസ്സിലായി തൈകൾ വിതരണം ചെയ്ത് നിർത്തി. ഇപ്പോൾ യുഎൻ്റെ ഭാഗമായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ ബലവൽക്കരണത്തിന് വേണ്ടി വൃക്ഷത്തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വൃക്ഷത്തൈകൾ ഉണ്ടാക്കുന്നില്ല എന്നറിയാൻ കഴിയും. ഒരു ഭാഗത്ത് വർഷം തോറും കാർബൺ വിസർജനം വളരെയധികം കൂടി വരും. അതിശൈത്യവും അതിഉഷ്ണവും അതിമാരിയും എല്ലാം വർഷവും എല്ലാം കൂടി വരുന്ന സമയത്തും സോഷ്യൽ ഫോറസ്ട്രി സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന ഉദാത്ത ലക്ഷ്യത്തിൽ നിന്ന് സർക്കാരുകൾ പുറകോട്ട് പോകുന്നുണ്ടോ എന്നൊരു ആധിയിൽ നിന്നാണ് സാമൂഹ്യവൽക്കരണം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ സംസ്കൃതി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി എല്ലാ ആഴ്ചയിലും കുട്ടികൾ വൃക്ഷത്തൈകൾ നട്ടു തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ഒരു വർഷം മുമ്പ് ഈ സ്കൂളിൽ നടത്തുകയുണ്ടായി. അന്ന് തുടങ്ങിയ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള വൃക്ഷത്തൈകൾ സമീപത്തെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും സൗജന്യമായി എത്തിക്കുകയാണ് നമ്മുടെ പദ്ധതി. മരം തരും തണൽ മരിക്കുവോളവും മരം തരും ഫലം മരിക്കുവോളവും മരം തരും മരം മരിക്കിലും